ഹലോ, ഇന്ന് ഞാനും താത്താരും കുട്ടികളൊക്കെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അതിന് ഫേസ് നല്ല ക്ലീൻ ആക്കിയിട്ട് ഞാൻ മോയ്സ്ചറൈസറായിട്ട് അലോവേര ഇട്ട് യൂസ് ആക്കൽ എനിക്ക് ജെൽ ടൈപ്പിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് ഇതിങ്ങനെ നാച്ചുറലായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. കാരണം നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഫൗണ്ടേഷനായിട്ട് യൂസ് ആക്കൽ ഇത് മറ്റേ ഡാസിലറിൻ്റെ ഒരു സൺസ്ക്രീൻ വിത്ത് മോയ്സ്ചറൈസർ ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്കിന്നിന് ഏറ്റവും സൂട്ടായിട്ടുള്ള ഒരു കളറാണ്. ഞാൻ മറ്റേ എന്താ പറയുക, ഒരു ബഫൊന്നും വെച്ചിട്ട് യൂസ് ആക്കലില്ല, കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യൽ. മറ്റേ ഫേസിൽ അങ്ങനെ ഡോട്ട് ഇട്ടിട്ട് പിന്നെ ഫേസ് മൊത്തം അത് ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ ലിപ്പിന് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. ഞാൻ വാസ്ലൈനാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അത് അതിൻ്റെ ശേഷം എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം കേട്ടോ BB ക്രീം. നമ്മളെ ഫൗണ്ടേഷനിൽ ഒക്കെ അതേപോലെ തന്നെയാണ്, പക്ഷേ ഇത് ഫൗണ്ടേഷൻ ഇട്ടതിനേക്കാളും കൂടുതൽ നേരം എന്താ പറയുക ലോങ് ലാസ്റ്റ് ചെയ്യും. കാരണം എൻ്റെ ഫേസ് എപ്പോഴും വേർത്തൊലിക്കുന്ന ടൈപ്പാണ്, ഓയിലി സ്കിന്നാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു എത്ര പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ഗ്ലോ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ BB ക്രീം. പിന്നെ ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ലൂസ് പൗഡർ ഇടാൻ കേട്ടോ. പിന്നെ എന്താണ് ഇന്ന ടൈപ്പൊന്നുമില്ല കേട്ടോ, കയ്യിൽ ഏത് പൗഡറാണെങ്കിൽ അതിടും. പിന്നെ അതൊന്ന് കൊട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ നല്ലോണം ഒന്ന് അബ്സോർവ് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടാതെ എവിടേക്കും പുറത്തേക്ക് ഇറങ്ങില്ല. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ആക്കൽ കേട്ടോ. കുറച്ച് മുഖത്തും കവളത്തും നെറ്റിയിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്കെപ്പോഴും നല്ല രണ്ട് കവളും ഇങ്ങനെ എന്താ പറയുക ചുവന്ന് തൊടുത്തുങ്ങാണ്ട് നമ്മൾ പറയില്ലേ, അതുപോലെ ഇങ്ങനെ ചുവന്ന് തൊടുത്തുങ്ങാണ്ട് കാണണം കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതാ നമ്മൾ ഐബ്രോ ആണ് എഴുതിയത്. ഐബ്രോ നമ്മൾ അവിടെ നിന്ന് കണ്ണാടിയിൽ എഴുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഐബ്രോ ഞാനങ്ങനെ ആദ്യം എപ്പോഴൊന്നും എഴുതിയിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ കുറച്ച് എഴുതൽ തുടങ്ങി കേട്ടോ. എനിക്ക് ഐബ്രോ തീരെയല്ല. പിന്നെ നമ്മൾ ഐലൈനർ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾ ഉണ്ടാവും, അത് അധികം ആവുമല്ലോ വെച്ചിട്ട് ഞാൻ ഐലൈനർ എഴുതിയിട്ടില്ല. ഐലൈനർ എൻ്റെ ഫേവറേറ്റാണ്, മസ്റ്റാണ്, ഞാൻ അതൊന്നും മിസ്സാക്കലില്ല. പക്ഷെ ഇപ്പം അത് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എഴുതാതിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ഇതുപോലെ ഇട്ട് കെട്ടൽ, ഇങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് അത് സിഫത്ത് വെക്കൂല. അത് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താത്താരും കുട്ടികളും ഷെസു ബേബിയും റയ്യാനും ഷാലും എല്ലാവരും ഉണ്ട് കേട്ടോ. ഷാലുവിനെ റയ്യാന് പോയിട്ട് മദ്രസയിൽ നിന്ന് വിളിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പോയിട്ട് ഇപ്പോൾ പെരിന്തൽമണ്ണയൊക്കെ എത്തിയിട്ടോ. എനിക്ക് എവിടേക്കെങ്കിലും യാത്ര പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കാക്കു ഇവിടെ നാട്ടിലുണ്ടാകുമ്പോൾ എല്ലാ ദിവസവും എവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ടാവും കേട്ടോ. അപ്പോൾ കാക്കു പോയ കാരണം കുറച്ച് യാത്ര കമ്മിയാണ് കേട്ടോ. അപ്പോൾ താത്താർക്ക് കുറച്ച് സിയാറത്ത് ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാവരും പാടി പോവുകയാണ് കേട്ടോ. പിന്നെ ഇതാ റയ്യാനിതാ ഭയങ്കര സന്തോഷമാണ്, ഷെഹസാന് സന്തോഷമാണ്, ഷാലുവിൻ്റെ ഒക്കെ സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഷാലു ബേബിയാണ് കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് നമ്മളെ ഷാലു ബേബിയാണ്. പിന്നെ ഇതാ റയ്യാനും ഷാലും പാടി ഭയങ്കര തീറ്റയാണ് കേട്ടോ. നമ്മൾ ജിലേബി കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഓക്കയുടെ പോലുള്ള സാധനമില്ല, അതൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഞാനും മോശമൊന്നുമല്ല, ഞാനും കഴിക്കുന്നുണ്ട്. അതിനോട് നമ്മൾ നല്ല വർത്താനം പറിച്ചിൽ നല്ല ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ താത്താരും ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ കയറിയിട്ടോ. പിന്നെ ഇതാ നമ്മളെ അമ്പംകുന്ന് മക്കാം ഷെരീഫാണ് കേട്ടോ. അവിടുന്ന് ഇത് നല്ല നേർച്ച ചോറ് ഉണ്ടാവില്ലേ, അത് കിട്ടിട്ടോ. അത് ഞാൻ കഴിച്ചു. പിന്നെ ഷാലും ഷെഹസാനും പിന്നെ റയ്യാനൊന്നും കഴിക്കാൻ വന്നില്ല കേട്ടോ. കാരണം ഇത് കഴിച്ചാൽ പിന്നെ ഓൽക്കൊന്നും വാങ്ങിക്കൊടുക്കുമല്ലോ വെച്ചിട്ട് ഓല് കഴിക്കാൻ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു. നമുക്കിതാ അവിടെ നല്ല മിഠായിയൊക്കെ തന്നിട്ട് അവർ. അങ്ങനെ അതൊക്കെ വാങ്ങിപ്പോന്നു. പിന്നെ ഷാലും അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നുട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി നമ്മൾ അട്ടപ്പാടി ചുരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റാണ് എന്താ പറയുക ഈ പ്രകൃതിപരമായിട്ടുള്ള എന്താ പറയുക ഈ സ്ഥലങ്ങളുണ്ടാവില്ലേ, ചുരം മല കുന്നുകളൊക്കെ, ഇതൊക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് വേറെ എവിടേക്കോ പോയിട്ടില്ലെങ്കിലും ഞാൻ ചൂസ് ചെയ്യുക ഇങ്ങനത്തെ സ്ഥലമാണ് കേട്ടോ. പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ സ്ഥലമാണ്. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്കൊരു അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇങ്ങനത്തെ ചുരമൊക്കെ കാണാൻ പോകുക കേട്ടോ. ആ ചൂടിൽ നിന്ന് നമ്മൾ ഈ ചുരത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്തൊരു തണുപ്പാണ്, നല്ല തണുപ്പും കാറ്റും മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ റയ്യാൻ കുറച്ച് പേടിയാണ് കേട്ടോ, ഇങ്ങനെ ഈ കാടുകളിൽ കൂടിയും ഈ ചോരം ഇങ്ങനെ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ റയ്യാൻ കുറച്ച് പേടിയാണ് കേട്ടോ. അപ്പോൾ അവന് ഫോട്ടോ എടുക്കാനും ഇറങ്ങാനും ഒന്നും സമ്മതിക്കണില്ല കേട്ടോ.
ആദ്യമൊക്കെ എനിക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക പ്രയാസമായിരുന്നു കേട്ടോ. കാരണം ഈ കുട്ടികളോട്ട് എന്താ ചെയ്യുക, അവരെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യാന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ഒരു മനസ്സിനൊരു ഒരു വിഷമവും സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. എങ്ങനെ ഞാൻ ഇവരെ കൊണ്ട് പോവാന്നുള്ളത് തൊട്ട് പിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകും. പിന്നെ ടൂറായിട്ട് തന്നെ ലോങ്ങും ഒക്കെ അവരെ കൊണ്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അവർക്കത് ഭയങ്കര എന്താ പറയുക ശീലമായി. അവർക്കതിനോട്ട് നല്ലൊരു പൊരുത്തപ്പെട്ട് പോയിട്ട് പിന്നെ ഇതാ കുരങ്ങന്മാരെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടോ. പക്ഷെ ഭയങ്കര പേടിയാണ്. കാരണം അവിടെ ഇറങ്ങിയാൽ നമ്മളെ അടുത്തേക്ക് വരും, നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ റയ്യാൻ പറയുകയാണ് അവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയട്ടെ എന്നോട്. അവനൊരു ഫോട്ടോക്കോ വീഡിയോക്കോ ഒന്നും നിന്നിട്ടില്ല. പിന്നെ നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടോ. ഐസ്ക്രീം എൻ്റെ ഫേവറേറ്റ് മാങ്കോ ആണ്. പിന്നെ അതാ നമ്മൾ റയ്യാന് സ്ട്രോബെറി അങ്ങനെയൊക്കെ വാങ്ങി നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോൾ നല്ല അടിപൊളി ഒരു എന്താ മലയുടെ ഒരു ഭാഗം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കാട്ടിയിട്ട് നമ്മളെ ഫോണിൽ ആ ഒരു ഭാഗം കിട്ടണില്ല കേട്ടോ. അങ്ങനെ ഞാനും ഷാലും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ പോന്നു കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു പ്ലാനും പാടിയുണ്ട്. നമ്മളെ നാത്തൂൻ്റെ മകളെ വീട്ടിലേക്കും പാടിയും പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ച് പോരുമ്പോൾ അതൊക്കെ നല്ല ആസ്വദിച്ച് പോന്നു കേട്ടോ. പിന്നെ നല്ല ബിരിയാണി കഴിക്കാൻ നമ്മൾ ഇറങ്ങി. നല്ല ചൂട് ബിരിയാണിയാണ്, അതുപോലെ തന്നെ നല്ല എരിവുണ്ട് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ഫൈനലി നമ്മളെ താത്താടെ മകളെ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് നമ്മളെല്ലാവരും കണ്ടു, സംസാരിച്ചു കേട്ടോ. പിന്നെ നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ട് നല്ല ആസ്വദിച്ചു. നമ്മൾ ഫുള്ള് വൈബിൽ സന്തോഷത്തിൽ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുകൊണ്ടു. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകൊണ്ടു.